സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ സംസ്ഥാനത്ത് ആദ്യം ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന് എന്തായിരിക്കും പറയാനുണ്ടാകുക? 103 വയസ്സുള്ള കരുണാകര പണിക്കർക്കും 78 വയസ്സുള്ള മകൻ രാജനും ഒട്ടനവധി വിശേഷങ്ങളാണ് ഡിജിറ്റൽ ലോകം വഴി പങ്കുവയ്ക്കാനുള്ളത്. പുല്ലമ്പാറ പഞ്ചായത്തിലെ 97% ആളുകളാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചത്. ഡിജി പുല്ലമ്പാറയിൽ നിന്നും മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം എന്നതിന് പുറമെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനം എന്ന നേട്ടം കേരളത്തെ തേടിയെത്തുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് തിരുവനന്തപുരത്തെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഇവിടെയാണ് ആദ്യം, അതായത് സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് എന്ന് പറയുന്നതും പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ 103 വയസ്സ് പ്രായമുള്ള ആളുകൾ വരെ ഇപ്പോൾ സമ്പൂർണ്ണമായും ഡിജിറ്റൽ സാക്ഷരത നേടി എന്നുള്ളതാണ് പ്രത്യേകത. അച്ചാച്ചനെ കാണാമോ? ആ, കൊച്ചുമോളാണ്. കണ്ടാ? അച്ചാച്ചനെ കണ്ടില്ലേ? അന്നൊക്കെ അത് 3-4 കൊല്ലമൊക്കെ അപ്പുറമാണ് ഒക്കെ പഠിപ്പിച്ചതൊക്കെ. 3-4 കൊല്ലമായി. പിന്നെ അന്ന് ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം പിന്നെ അതൊന്നും ഇല്ല. അതുപോലെ മുതലൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോഴായി. അന്നൊക്കെ നല്ല സംസാരിക്കാറുണ്ട്. അന്നൊക്കെ അവർ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അവർ പറഞ്ഞു തന്ന് പഠിച്ച്, പഞ്ചായത്തിൽ നിന്ന് 2-3 ദിവസത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ച് പുതിയ ഫോൺ വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമായിട്ട് കാര്യത്തിനൊട്ടൊരു മാറ്റം നമുക്കും ഉണ്ടായി. പിന്നെ ഇത് മുഖാന്തരം ലോകത്തുള്ള എല്ലാ വിവരങ്ങളും കാണാനും എടുക്കാനും എല്ലാ വാർത്താമാധ്യമങ്ങളൊക്കെ കാണും. TV കാണുന്നതിനേക്കാളും ഇതാണ് ഉപയോഗത്തിൽ വരുന്നത്. ആദ്യം ആൾക്കാരുടെ എല്ലാ സമീപനം നമുക്ക് ഫോണില്ലല്ലോ, നമ്മൾ പിന്നെ എങ്ങനെ ഇത് പഠിക്കും എന്നുള്ള ഒരു ഇതിൽ ആദ്യമോ ഇനി നമ്മൾ സാക്ഷരത പഠിക്കാൻ പോകണം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ നമ്മളിത് ചെന്ന് എല്ലാവരുടെയും അടുത്തെത്തി ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമായി. അവരുടെ മക്കളെല്ലാം വിദേശത്തുള്ളവരായാലും വാട്സപ്പ് കോളും ഒക്കെ വിളിക്കുന്നതിനും എല്ലാവർക്കും സന്തോഷമായി. അപ്പം നല്ലൊരു തുടക്കം തന്നെയായിരുന്നു പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നടന്നത്. അത് മറ്റുള്ള പഞ്ചായത്തുകളും മാതൃകയാക്കിയത് പുല്ലമ്പാറ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതി തന്നെയായിരിക്കും. ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ഇന്ത്യയിൽ തന്നെ NREGSൻ്റെ ഇതിൽ ഫോട്ടോ എടുക്കണമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ എടുക്കാൻ പഠിച്ച്. പിന്നെ എനിക്ക് വാട്സപ്പും ഫേസ്ബുക്കും അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു യഥാർത്ഥത്തിൽ. ഞാൻ ഈ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മൊബൈലായിട്ട് യാതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴാണ് അടുത്താണ് അതുവരെ ഞാൻ എടുക്കാൻ പഠിച്ചത്. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ കാരണം ഈ ഫോൺ യൂസ് ചെയ്യാൻ അറിഞ്ഞിടാതിരുന്ന ഞാനാണ്. എനിക്ക് എൻ്റെ മോനുണ്ടെങ്കിൽ പോലും അവൻ എനിക്ക് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞാൽ കാരണം അവന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ ഡിജി പുല്ലമ്പാറയിൽ നിന്നാണ് ഞാൻ ഇവരെ ക്ലാസ്സോടുകൂടിയാണ് ഞാൻ പഠിച്ചത്. അതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിയത്. പക്ഷെ ആദ്യം പറഞ്ഞു തരുമ്പോഴേ മറന്നുപോകും. വേറൊരു ഫോണിൽ ഒരാളിനെ പഠിപ്പിച്ചെടുക്കുമ്പോൾ മറന്നു. അങ്ങനെ ഞാൻ വേറൊരു ഫോൺ വാങ്ങിച്ച് മോനെ കൊണ്ട് വാങ്ങിപ്പിച്ച് അതിലാണ് പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് വാട്സപ്പ് എടുക്കാൻ അറിയാം, അത് എല്ലാം അറിയാം. പിന്നെ എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഇനിയും കാണും പഠിക്കും. പേടിഎം വരെ പഠിച്ചിട്ടുണ്ട്. ഷെയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. വാട്സപ്പിലുള്ള ഫോട്ടോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഈ നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പരിശ്രമമാണ് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് നടത്തിയത്. പുല്ലമ്പാറയിലെ 97% ജനങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നേട്ടം കൈവരിക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമായിരുന്നു അത്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡിജി പുല്ലമ്പാറ ഡിജി കേരളയായി മാറുമ്പോൾ
പുല്ലമ്പാറയുടെ ഒരു അഭിമാന നേട്ടമായി മാറുമ്പോൾ നാം നടത്തിയ അധ്വാനം, നാം നടത്തിയ ഒരു നല്ലൊരു മുന്നേറ്റം, അതൊക്കെ തന്നെ നമ്മളിപ്പോഴും ഓർത്തെടുക്കുകയാണ്. അങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് ഉപരിയായി ഡിജിറ്റൽ എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ പുല്ലമ്പാറ മുന്നോട്ട് പോവുകയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറുമ്പോൾ അതിൽ പ്രധാന പങ്കുവഹിച്ച പഞ്ചായത്താണ് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. അതിനുള്ള സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇവർ ഉള്ളത്. ഇത് കേരളത്തിന്റെ സമഗ്ര മാറ്റത്തിനു കൂടിയുള്ള ഒരു ചുവടുവെപ്പാണ്. ക്യാമറമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.